എല്ലാ ആൾക്കാരുടെ സ്മാർട്ട് ഫോൺസിലും എസ്പെഷ്യലി ടീനേജേഴ്സിൻ്റെ സ്മാർട്ട് ഫോൺസിലും നിർബന്ധമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിരിക്കേണ്ട ഒരു 5 ആപ്ലിക്കേഷൻസാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ 5 ആപ്ലിക്കേഷനും 5 മേഖലയിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് കേട്ടോ. ഇത് സെയിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ സെയിം രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതല്ല. ഈ 5 എണ്ണം 5 രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ 5 എണ്ണം നമ്മളെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും നമ്മളൊന്ന് ഓർഗനൈസ്ഡ് ആവാൻ വേണ്ടിയിട്ടും നമ്മളെ ഡെയിലി ലൈഫ് കുറച്ചും കൂടി സിമ്പിൾ ആക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 5 ആപ്ലിക്കേഷൻസ് ആണ്. ഈ 5 ആപ്ലിക്കേഷൻ ഞാൻ ഞാൻ ആപ്ലിക്കേഷൻസ് എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇത് ടെസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നിയിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതൊന്ന് സോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരുന്ന ഒരു 5 ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ പാർട്ടുകളായിട്ട് നമുക്ക് വേറെ ചെയ്യാം കേട്ടോ. ഇതിൽ ആദ്യത്തെ 5 ആപ്ലിക്കേഷൻസാണ് ഞാൻ പരിചയപ്പെടുന്നത്. സോ നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു പാപ്പ് വിത്ത് NS. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള 5 ആപ്ലിക്കേഷൻസ് ഇതാണ്: നോഷൻ, ലെവൽ, കാഷ്ബുക്ക്, കുക്കു FM, ChatGPT. ഇതിനുള്ള ഒട്ടുമിക്ക ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. എന്നാലും സ്കിപ്പ് ചെയ്യല്ല. ഇതിൻ്റെ കുറച്ച് നിങ്ങൾ അധികം ആൾക്കാർക്ക് അറിയാത്ത കുറച്ച് ബെനിഫിറ്റുകളുണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിലെ ആദ്യത്തെ ആപ്ലിക്കേഷനാണ് നോഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എന്തോ ആയിക്കോട്ടെ, അത് ഓർഗനൈസ്ഡ് ആക്കാൻ ഇത്രത്തോളം എഫക്റ്റീവായിട്ടുള്ള, ഇത്രത്തോളം ബെസ്റ്റായിട്ടുള്ള ഒരു കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് നോഷൻ്റെ ഓൾട്ടർനേറ്റീവ്സ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഓർഗനൈസർ ഞാൻ കണ്ടിട്ടേ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന GC അക്കാഡമി എന്ന ട്യൂഷൻ ക്ലാസ്സിലാണ്. അതിൽ മാത്രം ബ്രാഞ്ചാണ് ഇപ്പോൾ ഞാൻ റൺ ചെയ്യുന്നത്, അവിടെ നോക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരൊറ്റ നോഷൻ ആപ്പ് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നോഷൻ ആപ്പിൽ ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഒരു GC അക്കാഡമി മാത്രം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്പിലേക്ക് ഇതിലേക്ക് എന്താക്കാൻ പറ്റും, വേറെ സ്റ്റാഫ്മാർ അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ചാപ്റ്റർ ആൻഡ് എക്സാം അപ്ഡേഷൻ ഒരു ലിസ്റ്റ് ഞാൻ ഇതിലുണ്ടാക്കി. ഇതിൽ ഓരോ ക്ലാസ്സസ് ഞാൻ ആഡ് ചെയ്ത് ഈ ഓരോ ക്ലാസ്സിൽ ഞാൻ എന്താക്കും, ഓരോ സബ് ടോപ്പിക്സ് ആഡ് ചെയ്യും, അവിടുത്തെ സബ്ജക്റ്റുകൾ, ആ സബ്ജക്റ്റിലെ ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യും. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാപ്റ്റേഴ്സ് കഴിഞ്ഞോ ഇല്ല എന്നുള്ളതാക്കും അവിടുത്തെ സ്റ്റാഫ്മാർക്ക് അപ്ഡേറ്റ് ചെയ്യുക. അതിന് എക്സാംസ് നടത്തിയോ ഇല്ല എന്നുണ്ടാക്കും അവിടുത്തെ സ്റ്റാഫ്മാർക്ക് അപ്ഡേറ്റ് ചെയ്യും. ഇതൊരു എക്സാമ്പിൾ ആട്ടോ. ഇങ്ങനെ നിങ്ങളെ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും, പല കാര്യങ്ങളിൽ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കറക്റ്റിക്ക് എന്താക്കാൻ പറ്റും, അവർ അവിടുന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റിൽ കാണാനും പറ്റും. അങ്ങനെ ആ ഒരു ബ്രാഞ്ചിക്ക് എന്താക്കാൻ പറ്റും, ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെ പേജ് ആൻഡ് പോഡ്കാസ്റ്റിൻ്റെ പല കാര്യങ്ങളും ഞാൻ അതിലെ ചെയ്യാം. ഇപ്പോൾ പേജ് ആൻഡ് പോഡ്കാസ്റ്റിൻ്റെ കണ്ടന്റ് ആയിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു കണ്ടന്റ് ഓർമ്മ വരാന്നുണ്ടെങ്കിൽ എന്താക്കും, ഞാൻ അതിൽ നേരെ ടൈപ്പ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പല കണ്ടന്റുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ എന്താക്കി ഇതിൽ ടൈപ്പ് ചെയ്യും. ടൈപ്പ് ചെയ്തതിന് ശേഷം എന്താക്കും, ഇതിന് ഏറ്റവും വലിയ ബെനിഫിറ്റ് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു കണ്ടന്റ് ഇപ്പോൾ ഇതിൽ നമ്മൾ ആ കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ട് ഒരു ടോപ്പിക് നമ്മൾ വീഡിയോസ് ചെയ്തല്ലോ. അതിലിപ്പോൾ എവറി ടീനേജർ ഷുഡ് ഡെവലപ്പ് ദി സ്കിൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കണ്ടന്റ് അവിടെ അടിച്ചുണ്ടാക്കി. ഓക്കെ, ഇതിന് താഴത്തും ജസ്റ്റ് നിൽക്കി കഴിഞ്ഞാൽ എനിക്ക് എന്താക്കാൻ പറ്റും, വേണമെങ്കിൽ ഈ ഒരു ലെറ്ററിനേക്ക് എന്താക്കും ഒരു പേജായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതിന് താഴത്ത് എനിക്ക് അതിലുള്ള ഫുള്ള് കണ്ടന്റ് എന്താക്കാൻ പറ്റും, എഴുതി അപ്ഡേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പെട്ടെന്ന് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ എടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ലിസ്റ്റ് അതിലുണ്ടാവും. അങ്ങനെ നമ്മളെ കംപ്ലീറ്റ്ലി ഓർഗനൈസ്ഡ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് നോഷൻ എന്നത്. കുറച്ച് ടാസ്ക്കാണ് ഇത് പഠിച്ചെടുക്കാൻ. ഇപ്പോഴും ഞാനിതിൻ്റെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇറങ്ങിയിട്ടില്ല. അതിനൊരു 50% ഞാനത് ശരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. 50 ഉണ്ടോയെന്ന് എനിക്ക് സംശയം. കാരണം അത്രത്തോളം ബെനിഫിറ്റ് ആയിട്ടുള്ള, അപ്പോൾ നിങ്ങൾക്ക് അലി അബ്ദാൽ എന്ന് പറഞ്ഞുള്ള യൂട്യൂബർ അറിയാമല്ലേ, അദ്ദേഹത്തിൻ്റെ ബിസിനസ് കംപ്ലീറ്റ്ലി അദ്ദേഹം റൺ ചെയ്യുന്നത് ഈ ഒരു നോഷനിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോ അത്രത്തോളം, അതായത് $4 million കമ്പനി മൊത്തം റൺ ചെയ്യുന്നത് ഈ ഒരു ആപ്ലിക്കേഷനിലാണെന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു നോഷൻ എന്ന് പറഞ്ഞിട്ട്. എല്ലാ ആൾക്കാരും ഇതിൻ്റെ ഒരുപാട് ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് യൂട്യൂബിലും അക്കാഡമിയിലും സ്കിൽ ഷെയറിലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതൊക്കെ എടുത്തിട്ട് എന്താക്കുക, നിങ്ങൾ നോക്കി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നോഷൻ എന്ന ആപ്പാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഉണ്ട് ലെവൽ സൂപ്പർ മൈൻഡ്. ലെവൽ സൂപ്പർ മൈൻഡ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതിൽ ഞാൻ ഫോണിലാണ് യൂസ് ചെയ്യുന്നത്. മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും അറിയുന്ന ഒരു വ്യക്തിയായിരിക്കും. പോഡ്കാസ്റ്റിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബേഴ്സിൽ ഏറ്റവും കൂടുതൽ മുൻപത്തിൽ ക്വാളിറ്റി സാധനം പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ് റൺവീർ അൽഹബാദിയ എന്ന് പറയുന്നത്, ബിയർ ബൈസെപ്സ്. ഓക്കെ, ഈ റൺവീർ അൽഹബാദിയ ബിൽഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്. അതായത് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്. ഇതിൽ മെഡിറ്റേഷൻ മാത്രമല്ല, മെഡിറ്റേഷൻ, യോഗ, വർക്കൗട്ട് സെഷൻസ്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. മന്ത്ലി ഒരു $299 അങ്ങനെ എന്തോ ഇതിന് ചാർജും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതന്നെ യൂസ് ചെയ്യണമെന്നില്ല. മെഡിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് വേറെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഹെഡ് സ്പേസ്, മെഡിറ്റോ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ ഇവിടെ പണി നടക്കണം, അതിൻ്റെ സൗണ്ട് ആയിട്ടാണ് കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് മെഡിറ്റേഷൻ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മൾ നോഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മെൻ്റലി നിങ്ങൾ ഒന്നുകൂടി സ്ട്രോങ് ആക്കാനും, മെഡിറ്റേഷൻ്റെ ഒരു സീരീസ് ആണ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്, നിങ്ങളെ മെൻറ്റൽ പവർ ബിൽഡ് ചെയ്യാനും മെൻ്റലി നിങ്ങളെ ഹെൽത്തി ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് മെഡിറ്റേഷൻ എന്നത്. അത് നിങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ലെവലൊന്നും ഉണ്ടാക്കുക, എല്ലാവരും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ആപ്ലിക്കേഷനാണ് കാഷ്ബുക്ക് എന്ന് പറയുന്നത്. കാഷ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ, ഇതിൽ ചെയ്തു വന്നിട്ടില്ല. കാഷ്ബുക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല മക്കളെ, എന്താണെന്ന് വെച്ചാൽ ഇതിൽ മൊബൈൽ നമ്പർ വെച്ചിട്ട് നോക്കണം, നമ്മൾ ലോഗിൻ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ലോഗിൻ ചെയ്യുന്നില്ല, ഞാൻ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുക. ഈ ഒരു ആപ്ലിക്കേഷൻ എന്താ വെച്ചാൽ ഇതിൽ ക്യാഷ് ഇന്നും ക്യാഷ് ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്.
ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ബിസിനസ് ഓണേഴ്സ്, അതായത് അവരെ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ഇൻകംസ് ക്യാഷ് ഇൻ ആയിട്ട് അവിടെ ആഡ് ചെയ്യാം. അവിടുന്ന് അവർക്ക് ചിലവായിട്ടുള്ള എക്സ്പെൻസുകൾ ക്യാഷ് ഔട്ട് ആയിട്ട് ആഡ് ചെയ്താൽ നമ്മൾ ഡെയിലി എക്സ്പെൻസും ഇൻകം നമുക്ക് അതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പല സമയത്തും വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ കൈമിൽ വരുന്ന പൈസ എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് അറിയില്ല പല സമയത്തും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒഴിവാകാനോ അതിൽ നിന്നൊക്കെ ഒന്ന് കഴിച്ചിലാകാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ് ക്യാഷിങ് അല്ലെങ്കിൽ ഈ ഒരു ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മളെ കയ്യിൽ വരുന്ന പൈസ ക്യാഷിനായിട്ട് അല്ലെങ്കിൽ ഇൻകം ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാം. ഓരോ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള പൈസ പോകുന്നത് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റും. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ റവന്യൂ എത്ര, അതിന് എത്ര നമുക്ക് എക്സ്പെൻസ് ആയിട്ട് പോയി, അത് ഓരോ കാറ്റഗറി ആക്കാൻ പറ്റും. എക്സ്പെൻസിന് ഫുഡ്, അല്ലെങ്കിൽ നമ്മളെ റീചാർജ് കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ EMIs, ഇങ്ങനെ ഓരോ കാറ്റഗറി ആക്കാം. അപ്പോൾ ആ ഒരു മന്ത് എൻഡിൽ നമുക്ക് അതിന് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഫുഡിന് എത്ര പോയി, നമുക്ക് എത്ര ടോട്ടൽ ഇൻകം വന്നാൽ ഫുഡിന് എത്ര പോയി, EMIക്ക് എത്ര പോയി, ബാക്കി റീചാർജും കാര്യങ്ങൾക്ക് എത്ര പോയി എന്ന് കറക്റ്റ് ഉണ്ടാക്കാൻ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ്ട്രാ നമുക്ക് വരുന്ന ഈ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ എന്തൊക്കെ, നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മേഖല ഏതൊക്കെ, ഇതൊക്കെ എന്താക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും. ഞാനത് മെയിൻലി യൂസ് ചെയ്യുന്നത് എൻ്റെ മാത്രം ബ്രാഞ്ചിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ഇൻകം എക്സ്പെൻസ് അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതിനുള്ള ഞാൻ വരുന്ന ഇൻകം, അവിടുത്തെ ഫീസുകളൊക്കെ ഇതിൽ ആഡ് ചെയ്യും, എനിക്ക് വരുന്ന എക്സ്പെൻസ് ഇതിൽ ആഡ് ചെയ്യും. പല സമയത്തും എൻ്റെ എക്സ്പെൻസുകൾ പുറത്തുനിന്നുണ്ടാവും. അതായത് പല കാര്യങ്ങളും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് കൊടുക്കുക ചെയ്യാം. അപ്പോൾ എനിക്ക് ആ സമയത്ത് അവിടെ രജിസ്റ്ററിൽ എഴുതാൻ പറ്റിക്കോളൊന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്താ ക്യാഷ് ബുക്കിൽ എഴുതി വെക്കും. അപ്പോൾ എനിക്ക് മറന്നു പോകില്ല. അങ്ങനെ നല്ല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തൊരു ആപ്ലിക്കേഷനാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ. ഓക്കെ, നാലാമത്തെ ആപ്ലിക്കേഷൻ നമ്മളെ മലയാളം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ആരെ വീഡിയോ എടുത്ത് നോക്കിയാലും ആദ്യം പരിചയപ്പെടുത്തുന്ന ഒരു ആപ്ലിക്കേഷനാണ് കുക്കു FM. കുക്കു FM എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല ആൾക്കാർ കളിയാക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളെ ലൈഫിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് കുക്കു FM എന്ന് പറയുന്നത്. കുക്കു FM എന്ന് പറയുന്നത് എന്താ, ഓഡിയോ ബുക്കുകളാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ, ഈ ഒരു ബുക്കിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. അതായത് എല്ലാവർക്കും നമുക്ക് ബുക്ക് എന്തിനാണ് വായിക്കുന്നത്, നോളജ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇതിങ്ങനെ വായിച്ച് നിങ്ങൾ നോളജ് സീക്ക് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇതിൻ്റെ ഓഡിയോ ബുക്സ് അവൈലബിൾ ആണ്. നിങ്ങൾ വെറുതെ ഓരോ വഴിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പോകുന്ന സമയത്ത് എന്താക്കാം, ജസ്റ്റ് അത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് അവരിങ്ങനെ റീഡ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുപാട് ബുക്കിൻ്റെ സമ്മറീസ് ഒക്കെ കുക്കു FM അവൈലബിൾ ആണ്. നല്ല നോയ്സ് ഉണ്ട്, പക്ഷേ നമുക്ക് ഇന്നൊരു ദിവസമേ ഉള്ളൂ റെക്കോർഡ് ചെയ്യാൻ, അതിനെക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുക്കു FM എന്നെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്കിപ്പോൾ എക്സാമ്പിളായിട്ട് ഓഡിബിൾ ഉണ്ട്, സ്റ്റോറി ടെലർ ഉണ്ട്, ഇതിലൊക്കെ ഒരുപാട് ബുക്സ് ഉണ്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ വെച്ചാൽ അത് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. ഓക്കെ, അതൊക്കെ പ്രീമിയം ആണ് കേട്ടോ. അപ്പോൾ അതൊന്നും എന്താക്കാം, നിങ്ങൾ ചെയ്ത് വെക്കുക. നിങ്ങളെ നോളജ് ഇൻക്രീസ് ചെയ്യാനൊക്കെ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് കുക്കു FM എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ChatGPT എന്ന് പറയുന്നത്. അതായത് എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ എന്നെ സിമ്പിൾ ആക്കിയിട്ടുള്ളതും ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് എനിക്ക് ആൻസേഴ്സ് കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ ChatGPT എന്ന് പറയുന്നത്. കാരണം ഗൂഗിളിൽ പല സമയങ്ങളിലും പലതിൻ്റെ ആൻസേഴ്സ് ചെയ്യാൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പല ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലിസ്റ്റ് വരും. അതിൽ നിന്ന് കിട്ടുന്നതിന് ചിലതൊക്കെ നമുക്ക് പെട്ടെന്ന് വേണ്ടി പല കാര്യങ്ങളുണ്ടാവും അല്ലേ. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു ആപ്ലിക്കേഷനാണ് ChatGPT എന്ന് പറയുന്നത്. കാരണം ജസ്റ്റ് അതിൽ നമ്മൾ ആവശ്യം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാക്കുന്ന അവിടെ വരും. നമുക്ക് പെട്ടെന്ന് എന്ത് കിട്ടും, ആൻസേഴ്സ് കിട്ടുന്നുണ്ട്, സമയം ഒരുപാട് അവിടെ ലാഭിക്കുന്നുണ്ട്. സോ ഇതാണ് ChatGPT. എല്ലാവർക്കും അറിയുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കുമല്ലോ ChatGPT എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ChatGPT എന്ന് പറയുന്നത്. ഇതിനൊക്കെ ഇൻഡെപ്ത് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ തന്നെ വീഡിയോസ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 5 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇതിൽ ആദ്യത്തെ എന്താണ് നോഷൻ, രണ്ടാമത്തെ നോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ലെവൽ എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷന് വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പൈസൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. കുക്കു FM നിങ്ങളെ നോളജ് എക്സ്ട്രാ ഇൻക്രീസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ChatGPT നിങ്ങളെ പല അറിവുകളും പെട്ടെന്ന് മനസ്സിലാക്കാനും പല കാര്യങ്ങളും പെട്ടെന്ന് സിമ്പിളായിട്ട് ലേൺ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ChatGPT. സോ ഈ 5 ആപ്ലിക്കേഷനാണ് ഇപ്പം നിങ്ങളോട് പരിചയപ്പെടുത്താനുള്ളത്. ഒരുപാട് ആപ്ലിക്കേഷൻസ് വേറെ ഉണ്ട്, നമുക്ക് വഴി അതൊക്കെ പരിചയപ്പെടുത്താം. അപ്പോൾ കുറച്ച് നോയ്സ് നല്ലോണം ഉണ്ടായിരുന്നു, മഴ പെയ്യുന്നുണ്ട്, വീട് പണി എടുക്കുന്നുണ്ട്, വണ്ടി അങ്ങോട്ട് കൊണ്ട് പോകുന്നുണ്ട് ഒക്കെ അറിയാം. പക്ഷെ നമുക്ക് ഈ ഒരൊറ്റ ദിവസം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ കണ്ടൻസ് നമുക്ക് തന്നേ പറ്റുള്ളൂ. അതിനെക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്. ബുദ്ധിമുട്ടെല്ലാവരും എന്താക്കുക, ഒന്ന് ക്ഷമിക്കുക. നമുക്ക് നല്ല അടിപൊളി കണ്ടൻറ്റായിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരെ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നവരെ ബൈ.